പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 103-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുന്നു, അവൻ നിന്റെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും അവൻ സുഖപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. മത്തായി 21:22, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് അതുണ്ടാകും. പൊന്നിനോടും വെള്ളിയോടും കൂടെ ഞാൻ അവരെ പുറപ്പെടുവിച്ചു, അവരുടെ ഗോത്രത്തിൽ ഒരു ബലഹീനനും ഉണ്ടാകുവാൻ ഞാൻ അനുവദിച്ചില്ല എന്ന് അരുളി ചെയ്തവനാകുന്ന ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ വൻ ക്ഷീണിത അവസ്ഥയിലും ഈ രോഗത്തിൻ്റെ അനുഭവത്തിലും ആമേൻ വൈദ്യനായി നല്ല സഖിയായി കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് ഇന്ന് ഇറങ്ങി വരികയാണ്. ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യത്തെ, അത്ഭുതകരമായ വിടുതലിനെ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരിൽ നീ അവിടുന്ന് അയക്കണമേ. അവർക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത അവരുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ അങ്ങ് കൈകാര്യം ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ഒരു ദൈവ സമാധാനം ഇപ്പോൾ അവരുടെ ഉള്ളത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രക്ഷക, എൻ്റെ ദൈവമേ, നീ അല്ലാതെ എനിക്ക് ആരുമില്ല എന്ന് പ്രാർത്ഥിക്കുന്ന, അങ്ങയുടെ സന്നിധിയിൽ കരയുന്ന ഈ പ്രിയ പൈതലിനെ അവിടുന്ന് സ്പർശിച്ച് വിടുവിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.